പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം എൻ്റെ മൊബൈലിൽ വാട്സപ്പിൽ 2 മെസ്സേജ് വന്നു. അത് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ വേദന വന്നു. കാരണം വേറെ ഒന്നുമല്ല, ദുരുപദേശം പഠിപ്പിക്കുമ്പോൾ നമുക്കത് കണ്ട് അത് കേട്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, പറഞ്ഞു പോകും. 6 മാസമോ 3 മാസമോ കൊണ്ട് ഈ സത്യദൈവത്തെ ആരാധിക്കാൻ വന്നവർക്ക്, അതായത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസ ജീവിതം നയിക്കുന്നവർക്ക് 3 മാസമോ 6 മാസം കൊണ്ട് ദൈവം അനുഗ്രഹിച്ചില്ല എങ്കിൽ അതൊരു ശാപമാണ് എന്ന് പറയുവാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കേട്ടു കഴിഞ്ഞ ദിവസം. ഒരു ശാപം. അതുപോലെ വീടില്ലെങ്കിൽ അതൊരു ശാപമാണ്. അംഗവൈകല്യമായിട്ട് കുഞ്ഞുങ്ങൾ പിറന്നാൽ അതൊരു ശാപമാണ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ എൻ്റെ സഹോദരന്മാർ എനിക്ക് അയച്ചു തന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത വ്യക്തികളാണ് അയച്ചു തന്നത്. അട്ടെ, എനിക്ക് സ്വന്തം വീടില്ല. എന്നോട് പറഞ്ഞ് ഈ ശാപത്തിൽ എന്തിനാ കിടക്കണേ, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. കേൾക്കണേ, ഇവിടെ യേശു പറഞ്ഞു പഠിപ്പിച്ചത് എന്താണ്? ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെന്ന്. എല്ലാം ത്യജിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിങ്ങനെ പ്രസംഗിച്ച് നിങ്ങളുടെ പ്രസംഗം കേട്ട്, അതായത് പ്രസംഗിക്കുന്ന വ്യക്തികളുടെ പ്രസംഗം കേട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നവർക്ക് വളരെ വേദനയുണ്ട്. കാരണം ശാപത്തിലാണല്ലോ ഞങ്ങൾ കിടക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനൊരു ആധാരമാക്കി ഞാനൊരു വചനം ഇവിടെ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 6:20. അനന്തരം യേശു ശിഷ്യന്മാർ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്ര നിമിത്തം മനുഷ്യർ നിങ്ങളെ ദോഷിച്ചും ഭ്രഷ്ടരാക്കി നിന്ദിച്ചും നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. എന്നാൽ പിന്നെ കേട്ടോട്ടോ, പിന്നെ പറയുന്ന വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. കേട്ടോ, സമ്പന്നന്മാരെ നോക്കിക്കൊണ്ട് കർത്താവ് അയ്യോ നിങ്ങൾക്ക് കഷ്ടം. സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചുവല്ലോ. ഇപ്പോൾ തൃപ്തരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ ദുഃഖിച്ച് കരയും. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്കയ്യോ കഷ്ടം. അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. ദൈവത്തിൻ്റെ വചനമാണ് കേട്ടോ ഈ വായിച്ചത്. നമ്മളെല്ലാവരും പുകഴ്ത്തി പറയുമ്പോൾ അപ്പുറം പോലെ ജ്ഞാനം ലഭിച്ച് മണിമാളി കെട്ടി എന്നൊക്കെ പുകഴ്ത്തുവനെ ദൈവം അനുഗ്രഹിച്ച് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുമ്പോൾ പ്രതിഫലം കിട്ടി. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം മറ്റൊരു സ്ഥലത്ത് ഞാൻ വായിച്ചു, 16:19. അതിനകത്തൊരു ധനവാന്റെ ലാസറിനെ പറ്റി പറയുന്നുണ്ട്. ധനവാന്റെ പടിപ്പുരയുടെ വാതിക്ക് കിടന്ന ലാസർ അവൻ്റെ മേശയുടെ കീഴിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്ക് തിന്നാൻ അവൻ ആഗ്രഹിച്ച് കിടക്കുകയാണ്. പടിപ്പുര എന്ന് പറയുമ്പോൾ തൊട്ടടുത്തല്ല കേട്ടോ, വലിയ കേട്ട ധനവാന്മാരാകുമ്പോൾ ദൂരമായിരിക്കും മതിലൊക്കെ. അതിൻ്റെ വാതിക്കലാണ് അവൻ കിടക്കുന്നത്. അല്ല അവൻ്റെ പേരുടെ വീടിൻ്റെ വാതിക്കല്ല, കുറേ ദൂരമായിരിക്കും പടിപ്പുര, ഭയങ്കര ദൂരമായിരിക്കും. അവിടെയാണ് കിടക്കുന്നത്. പക്ഷേ ലാസർ മരിച്ചു. അവൻ ശാപം പിടിച്ച് കിടക്കണവനായിരുന്നു. ധനവാൻ അങ്ങനെ അനുഗ്രഹിച്ച് കിടക്കണേ, അനുഗ്രഹത്തോട് കിടക്കണേ. പക്ഷേ ലാസർ മരിച്ചു. അബ്രഹാം പിതാവിൻ്റെ മടിയിൽ പോയി. എന്തുകൊണ്ട് പോയി? അവൻ ശാപം പിടിച്ച് കിടക്കണവനായിരുന്നു. എന്തിനാ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ പോയത്? അന്ന് ധനവാൻ മരിച്ചവൻ അടക്കം കിട്ടി. തൂമർ വസ്ത്രം ധരിച്ച് ആഡംബരത്തിൽ ജീവിച്ചവൻ യാതന സ്ഥലത്ത് പോകാൻ കാരണം എന്താ? അവനോട് അനുഗ്രഹിച്ചല്ല, ഭൂമിയിൽ അനുഗ്രഹിച്ചാണ് ധനവാന. പക്ഷെ ലാസർ അവൻ കഷ്ടത അനുഭവിച്ചു. പക്ഷെ അവൻ പോയത് എവിടെയാണെന്നറിയാമോ? അബ്രഹാം പിതാവിൻ്റെ മടിയിൽ. നോക്കണേ, നമ്മൾ ദരിദ്രന്മാരെ നോക്കി സമ്പന്നന്മാർ നിന്ദിച്ചും പരിഹസിച്ചും പറയുമ്പോൾ ഒന്ന് ഓർക്കുക, അവരുടെ കരച്ചിൽ സ്വർഗം കാണും. സ്വർഗത്തുണ്ടവരുടെ കരച്ചിൽ. കാരണം പണമുള്ളവനെയും പണമില്ലാത്തവനെയും ദൈവമാണ് നിർത്തിയിരിക്കുന്നത്. സഭക്കകത്തും 2 തരം ആൾക്കാരുണ്ട്. പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്. കഴിവുള്ളവർ വേണം സഭക്കകത്ത്, എന്നാൽ ദരിദ്രന്മാരും വേണം. ദരിദ്രന്മാരുടെ ദീർഘാശ്വാസം നിമിത്തം ഇപ്പോൾ യഹോവ എഴുന്നേൽക്കും, ഇപ്പോൾ എഴുന്നേക്കും
ഇന്നിപ്പോൾ ദരിദ്രന്മാർ ദീർഘശ്വാസം ഇട്ടുകൊണ്ടിരിക്കണേ ഇങ്ങനെയുള്ള മെസ്സേജുകൾ കേൾക്കുമ്പോൾ. നമുക്ക് ഇവിടെ നേടിയിട്ടാണോ? നമുക്ക് ഭൂമിയിൽ വെറും സൂക്ഷിപ്പുകാർ, ഇതെല്ലാം തീക്കിരയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കൊരു നിത്യമായൊരു സ്വർഗമുണ്ട്. അതിനു വേണ്ടിയാണ് ഓരോരുത്തരും കാത്തിരിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഇവിടെ കർത്താവ് പറയുന്ന സർവ്വതും വിടാനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അപ്പോസ്തലന്മാർക്കൊന്നും ഉണ്ടായില്ല. അവർ പിടാരപ്പണി ചെയ്തു പോയി. അവരൊന്നും കെട്ടിപ്പൊക്കിയില്ല, ഒന്നും കെട്ടിയില്ല. എൻ്റെ യേശുവിനെ തല ചായ്ക്കാൻ സ്ഥലമില്ലായിരുന്നു. എൻ്റെ യേശു അതുപോലെ നമ്മൾക്ക് വേണ്ടി അനുഭവിച്ച ആ ക്രൂശ് മരണം. നമ്മൾക്കെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശംസിക്കും. എന്തിൽ പ്രശംസിക്കും? കൊമ്പുകളിലാണ് പ്രശംസിക്കുന്നത്. കൊമ്പുകളിൽ, കായ്ഫലങ്ങളിൽ ഞങ്ങൾ അനുഗ്രഹിച്ച്, ഞങ്ങൾക്ക് ഇത്രയും തന്നു, ഞങ്ങളുടെ സമ്പന്നന്മാരായി നമ്മൾ അഹങ്കരിക്കാനിട വരും. പക്ഷേ ആ കൊമ്പുകളിൽ പ്രശംസിക്കുമ്പോൾ ആ കൊമ്പിൻ്റെ താഴെ വേരുണ്ട്. ആ വേരാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. ആ വൃക്ഷത്തെ നിർത്തിയിരിക്കുന്നത് വേരാണ്. നമ്മളൊരിക്കലും ഫലം നോക്കി നമ്മളൊരിക്കലും പ്രശംസിക്കരുത്. ഞങ്ങൾക്ക് ഇങ്ങനെ തന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ തന്നു, നിങ്ങൾ ശാപം പിടിച്ചവരാണ്, നിങ്ങൾ ശാപം പിടിച്ചവരാണ്. പിന്നെ പറഞ്ഞ് അംഗവൈകല്യമായിട്ട് ജനിച്ച അതൊരു ശാപമാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. അത് കേട്ടു. അതിനകത്ത് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പറയുന്നത് എന്താ? അമ്മയുടെ ഗർഭം മുതൽ പിറവിയിലെ തന്നെ കുരുടനായ ഒരു വ്യക്തിനെ നോക്കി യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവൻ കുരുടനായി പിറക്കുവാൻ കാരണം ഇവൻ്റെ പാവമാണോ, ഇവൻ്റെ അപ്പൻ്റെ അമ്മയുടെ പാവമാണോ എന്ന് ചോദിച്ചു. യേശു ഒരു വാക്ക് പറഞ്ഞു, ഇവൻ്റെ പാവമല്ല, ഇവൻ്റെ അപ്പൻ്റെ അമ്മയുടെ പാവമല്ല, ഇവനിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ അത്രേ അവൻ കുരുടനായി പിറന്നത്. അപ്പം ചില കുരുടരും ചില വ്യക്തികളെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഭൂമിയിലേക്ക് ദാനമായി തരും, ദൈവപ്രവൃത്തി നടക്കുവാൻ. അതൊക്കെ നോക്കി നമ്മളെല്ലാം ശാപമെന്ന് പറയരുത്. നിങ്ങൾ പഠിപ്പിച്ചോ, നിങ്ങളുടെ സഭകളിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിക്കാം. പക്ഷെ അതൊരു യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കണമെന്നറിയാമോ? ഇതിൽ അറിയാത്ത, ഈ ദൈവത്തെ അറിയാത്ത, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത ജാതികളായ മക്കളുണ്ട്. അവർ വിട്ടുതരും. അത് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കണേ. എന്തിനാണ്? നമ്മൾ ഈ നാടുകളിൽ ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ നാടുകളിൽ അന്തിമ സമയനാണ്. നമ്മൾ ബൈബിൾ വായിച്ച് അതിലെന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടനുസരിക്കുക. ദുരുപദേശം വരും. നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കുമെന്ന പറഞ്ഞത്. കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. ഞാൻ ഇതിക്ക് മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഇതേ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയാമോ ഞാനിത് പറയുന്നത്? ഹൃദയത്തിലെ വേദന, പാവങ്ങളുണ്ട്, അവരെയും കൂടി ഉൾക്കൊള്ളാനുള്ള മനോഭാവം എല്ലാവർക്കും ഉണ്ടാകണം. പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്. പണം കണ്ടിട്ട് പാവപ്പെട്ടവർ തള്ളലില്ല, തള്ളുന്ന കൂട്ടത്തിലാണ് കർത്താവുള്ളത്. ഇവിടെ പറയുന്നത് കേട്ടോ, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പം നമുക്കൊരു ഭാഗ്യപദവിയാണ് ദൈവമക്കളെ. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന ഒത്തിരി ഭവനമില്ലാതെ, ഒത്തിരി പട്ടിണി പാവങ്ങൾ, ഒത്തിരി ഭവനമില്ലാത്ത ഒരുപാട് സഹോദരന്മാർ ഇത് കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നിങ്ങളുടെ ഹൃദയം ചഞ്ചലപ്പെട്ടു പോകരുത്. കർത്താവിൽ വിശ്വസിക്കുക. നമ്മൾക്ക് വേണ്ടി ആ കൈപ്പണിയല്ലാത്ത ആ സ്വർഗീയമായ ഭവനം കർത്താവ് നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്നത്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ. ഞാൻ പോയാൽ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താം എന്നരുളി കർത്താവിൻ്റെ പാദപീഠത്തിൽ ഓരോരുത്തരും ഞാൻ സമർപ്പിക്കുകയാണ്. ഒരിക്കലും ഈ വീഡിയോ ആയിട്ട് വിമർശിക്കരുത്. ഹൃദയത്തിലെ വേദന കൊണ്ട് ഞാൻ ഇടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട്. ഒരിക്കലും ശാപമെന്ന് പറയരുത്. ഇവിടെ ദൈവത്തിൻ്റെ ഒരു പാട്ട് ഇങ്ങനെ പാടുണ്ട്. പാപത്തെയും ശാപത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. പാപത്തെയും ശാപത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. കാൽവരിയിൽ തോൽപ്പിച്ചാണ് പാപത്തെയും ശാപത്തെയും കർത്താവ് കാൽവരിയിൽ തോൽപ്പിച്ച കർത്താവിൻ്റെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സന്ദേശം ഇവിടെ നിർത്തുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അവസാനം വരെ സഹിച്ചും ക്ഷമിച്ച് നിൽക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.